ഹായുള്ള ഏറ്റവും പുതിയ വീടിൻ്റെ പ്ലാനുകൾ മാത്രം പരിചയപ്പെടുത്തുന്ന ഈ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഈ പരിചയപ്പെടുന്നത് ഏകദേശം 3 ബെഡ്റൂമുകളുള്ള ഒരു 1323 സ്ക്വയർ ഫീറ്റ് വലിപ്പം വരുന്ന ഒരു വീടിൻ്റെ പ്ലാനാണ് നമ്മളിന്നിവിടെ പരിചയപ്പെടുന്നത്. അതായത് ഈ പ്ലാൻ നിർമ്മിക്കാൻ ആവശ്യമായുള്ള ഏരിയ എന്ന് പറയുന്നത് 17 മീറ്റർ നീളവും അതുപോലെ തന്നെ 15 മീറ്റർ വീതിയുമുള്ള ഒരു പ്ലോട്ട് ഏരിയ മാത്രമാണ് നമുക്ക് ഈ ഒരു പ്ലാൻ നിർമ്മിക്കാനായിട്ട് ആവശ്യമുള്ളത്. ഇനി നമുക്കിതിൻ്റെ ഓരോ ഫീച്ചേഴ്സ് എന്തെല്ലാമാണെന്ന് നോക്കാം. നമുക്ക് ഈ ഒരു 1323 സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഒരു വീടിൽ എന്തെല്ലാം ഫെസിലിറ്റീസാണ് അതായത് നമുക്ക് നൽകിയിരിക്കുന്നത് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഈ നൽകിയിരിക്കുന്നത് ഈ ഒരു പോർച്ച് നമുക്ക് കാണാം. ഒരു 3 മീറ്റർ 55 സെൻറ്റിമീറ്റർ വീതിയും 3 മീറ്റർ 75 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു കാർ പോർച്ച് നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട് നൽകിയിരിക്കുന്നു. പിന്നീട് നമ്മൾ 2 സ്റ്റെപ്പോട് കൂടിയിട്ട് ഒരു സിറ്റ് ഔട്ട്, അതായത് 2 മീറ്റർ 65 സെൻറ്റിമീറ്റർ വീതിയും 2 മീറ്ററോളം നീളം വരുന്ന ഒരു സിറ്റ് ഔട്ട് നമ്മൾ ഈ ഒരു ഭാഗത്ത് നൽകിയിരിക്കുന്നു. പിന്നീട് നമ്മൾ ഈ ഒരു സിറ്റ് ഔട്ടിൽ നിന്ന് ഡയറക്റ്റ് എൻട്രി എടുക്കുന്നത് ഒരു ലിവിങ് റൂം, അതായത് 2 മീറ്റർ 95 സെൻറ്റിമീറ്റർ വീതിയും 5 മീറ്റർ 50 സെൻറ്റിമീറ്റർ നീളം വരുന്ന, അതായത് ഒരു ലിവിങ് ഏരിയയുടെ കാര്യം വെച്ച് നോക്കുമ്പോൾ നല്ല വലിയ ഒരു ലിവിങ് ഏരിയ തന്നെയാണ് നമുക്ക് ഈ ഒരു കാര്യത്തിൽ ലഭിച്ചിരിക്കുന്നത്. പിന്നീട് ഇവിടുന്ന് നമുക്ക് കാണാം ഈ ഒരു 3 ബെഡ്റൂമുകളെന്ന് പറയുന്നത് ലിവിങ് റൂമിൽ നിന്ന് തന്നെ എൻട്രി എടുക്കാവുന്ന തരത്തിലാണ് നമ്മൾ 3 റൂമുകളും ക്രമീകരിച്ചിരിക്കുന്നത്. അതായത് അറ്റാച്ച്ഡ് ടോയ്ലറ്റോട് കൂടിയിട്ട്. നമുക്ക് ഓരോന്നിൻ്റെയും സൈസുകൾ നോക്കാം. ഈ ഒരു ബെഡ്റൂമിന് നമ്മൾ നൽകിയിരിക്കുന്ന സൈസ് എന്ന് പറയുന്നത് 3 മീറ്റർ 30 സെൻറ്റിമീറ്റർ വീതിയും അതുപോലെ 3 മീറ്റർ 60 സെൻറ്റിമീറ്റർ നീളവുമുള്ള ഒരു ബെഡ്റൂമാണ് നമ്മൾ ഈ ഒരു കോർണറിൽ നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ ടോയ്ലറ്റ് എന്ന് പറയുന്നത് ഏകദേശം 1 മീറ്റർ 90 സെൻറ്റിമീറ്റർ നീളവും 1 മീറ്റർ 50 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഒരു ടോയ്ലറ്റ് നമ്മൾ ഈ ഒരു ബെഡ്റൂമിനായിട്ട് നൽകിയിരിക്കുന്നു. പിന്നീട് വരുന്ന ഈ ഒരു ബെഡ്റൂം എന്ന് പറയുന്നത് 3 മീറ്റർ 30 സെൻറ്റിമീറ്ററിൻ്റെ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ബെഡ്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതായത് നീളവും വീതിയും 3 മീറ്റർ 30 സെൻറ്റിമീറ്ററാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് എന്ന് പറയുന്നത്. നമുക്ക് കാണാം ടോയ്ലറ്റ് 2 മീറ്റർ ബൈ 1.50 സൈസിലുള്ള ഒരു ടോയ്ലറ്റും അതിന് പുറകിലായിട്ട് നമുക്ക് ഡ്രസ്സിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് കൂടി അവൈലബിൾ ആണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ കാര്യത്തിൽ. ഈ മറ്റൊരു മൂന്നാമതായിട്ടുള്ള ബെഡ്റൂം എന്ന് പറയുന്നത് 3 മീറ്റർ 30 സെൻറ്റിമീറ്റർ വീതിയും അതുപോലെ 3 മീറ്റർ 60 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ബെഡ്റൂം, മാസ്റ്റർ ബെഡ്റൂം എന്ന് വിളിക്കുന്ന ഈ ഒരു ബെഡ്റൂം നമുക്ക് നൽകിയിരിക്കുന്നത് ടോയ്ലറ്റ് അറ്റാച്ചോട് കൂടിയിട്ടാണ്. അതിൻ്റെ ടോയ്ലറ്റ് എന്ന് പറയുന്നത് 2 മീറ്റർ നീളവും 1 മീറ്റർ 70 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഒരു വിശാലമായുള്ളൊരു ടോയ്ലറ്റും നമ്മൾ ഈ ഒരു ബെഡ്റൂമിനായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കാണാം ഈ ഒരു ഡൈനിങ് ഏരിയ, അതായത് ലിവിങ് ഏരിയയിൽ നിന്ന് ഡയറക്റ്റ് എൻട്രി എടുത്ത് വരുന്നത് റൈറ്റ് സൈഡിൽ ഒരു സ്റ്റെയർ കേസിനോട് ചേർന്ന് നമ്മളൊരു ഡൈനിങ് ഏരിയ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് 3 മീറ്ററും നീളം എന്ന് പറയുന്നത് ഏകദേശം 4 മീറ്ററോടും കൂടിയിട്ടുള്ള വിശാലമായിട്ടുള്ളൊരു ഡൈനിങ് ഏരിയ തന്നെയാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് നൽകിയിരിക്കുന്നത്. പിന്നീട് എൻട്രി എടുക്കുന്നത് കിച്ചൺ, 3 മീറ്റർ ബൈ 3 മീറ്ററിൻ്റെ ഒരു കിച്ചൺ നമ്മൾ ഈ ഒരു ഭാഗത്ത്, അതായത് ഡൈനിങ് ഏരിയയിൽ നിന്നും ലിവിങ് ഏരിയയിൽ നിന്നും പ്രവേശിക്കാവുന്ന രീതിയിൽ ഒരു കിച്ചൺ നമ്മളിവിടെ ഈ ഒരു ഭാഗത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നീട് അവിടെ നിന്ന് തന്നെ ഒരു വർക്ക് ഏരിയ 2 മീറ്റർ 50 സെൻറ്റിമീറ്റർ നീളവും 3 മീറ്റർ വീതിയും വരുന്ന ഒരു വർക്ക് ഏരിയ നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട് നൽകിയിരിക്കുന്നു. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ഒരു സ്ക്വയർ ഫീറ്റ്, ഇത്രയും ഒരു ഏരിയയിൽ തന്നെ നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് ഇതിൻ്റെ വിൻഡോസ് അതുപോലെ തന്നെ ഡോർസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഡോർ എന്ന് പറയുന്നത് 1.2 മീറ്റർ നമ്മൾ മെയിൻ ഡോറിനായിട്ട് നൽകുന്നു. ബെഡ്റൂമുകൾക്കും അതുപോലെ തന്നെ കിച്ചൺ വർക്ക് ഏരിയ എന്നിവയ്ക്ക് 90 സെൻറ്റിമീറ്ററും ടോയ്ലറ്റിനായിട്ട് 75 സെൻറ്റിമീറ്ററും വീതിയുള്ള ഡോറുകൾ നമ്മൾ നൽകി വരുന്നു. അത് 2.1 എന്ന് പറയുന്നത് 2.10 എന്ന് പറയുന്നത് ഹൈറ്റ്, ഡോറിൻ്റെ ഹൈറ്റ്, അതായത് ലിൻഡിൽ വരെയുള്ള ഹൈറ്റാണ് നമ്മൾ ഈ ഒരു 2.1 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നീട് വിൻഡോസ് എന്ന് പറയുന്നത് ബെഡ്റൂമുകൾക്കുള്ള വിൻഡോ എന്ന് പറയുന്നത് 3 കള്ളിയുള്ള, അതായത് 1 മീറ്റർ 50 സെൻറ്റിമീറ്റർ വീതിയും 1 മീറ്റർ 50 സെൻറ്റിമീറ്റർ ഹൈറ്റും വരുന്ന വിൻഡോസ് നമ്മൾ ബെഡ്റൂമുകൾക്ക് ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ കിച്ചൺ വർക്ക് ഏരിയ എന്നീ ഭാഗങ്ങളിൽ 2 കള്ളിയോടുകൂടി, അതായത് 1 മീറ്റർ വീതിയും 1 മീറ്റർ 50 സെൻറ്റിമീറ്റർ ഉയരവുമുള്ള വിൻഡോസ് നമ്മൾ കിച്ചൺ അതുപോലെ തന്നെ വർക്ക് ഏരിയ ഭാഗങ്ങളിൽ നൽകി വരുന്നു. പിന്നീട് വരുന്ന ചെറിയ വെൻറ്റിലേഷൻ എന്ന് പറയുന്നത് ടോയ്ലറ്റുകൾക്ക് 50 സെൻറ്റിമീറ്റർ വീതിയും 30 സെൻറ്റിമീറ്റർ ഉയരവും വരുന്ന വെൻറ്റിലേഷനാണ് നമ്മൾ ഈ ഒരു ടോയ്ലറ്റ് ഭാഗങ്ങളിൽ നൽകിയിരിക്കുന്നത്. സോ ഇത്രയും ഫെസിലിറ്റീസ് നമ്മൾ ഈ ഒരു ചെറിയ ഏരിയയിൽ തന്നെ നമ്മൾ നൽകാൻ ശ്രമിച്ചിട്ടുണ്ട്. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ താഴെ രേഖപ്പെടുത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.